ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഒന്ന് നോക്കാം. ഈ മെത്തേഡിൽ നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മളെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. പിന്നെ കാൽക്കുലേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്തിയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്തിയിരുന്നത്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആവറേജ് പ്രോഫിറ്റും കണ്ടെത്തണം, അതോടൊപ്പം നോർമൽ പ്രോഫിറ്റും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുക. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. പിന്നെ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാണണമെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ആണ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ചില കേസിൽ തന്നിട്ടുണ്ടാവും, ചില കേസിൽ തന്നിട്ടുണ്ടാവില്ല. തരാത്ത കേസിൽ നമുക്ക് ടോട്ടൽ അസറ്റ്സും ഔട്ട്സൈഡ് ലാബിലിറ്റീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കാണണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണണം. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്താനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് കാണണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്തണം. ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുക? നോർമൽ പ്രോഫിറ്റ് കാണുക അല്ലേ. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റും കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി. ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് ഗുഡ്വിൽ ആയി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഫോളോയിങ് relate to the profit earned by a firm for the last 4 years. ഇയർ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 15,000, 25,000, 65,000, 75,000. Okay, the total assets of the firm are rupees 6,40,000 and outside liabilities 1,40,000. Normal rate of return is 6%. Calculate goodwill of the firm under capitalization of super profit method. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഏത് മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കും ഈ ടോപ്പിക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചെയ്തുതരാം. നമുക്ക് 4 വർഷത്തെ പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. 4 വർഷത്തെ പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം എന്ത് കാണാം? ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് 15,000. നിങ്ങൾ ഇക്വേഷനൊക്കെ എഴുതണം. 15,000 അല്ല, 1,50,000. 15,000 പ്ലസ് 25,000 പ്ലസ് 65,000 പ്ലസ് 75,000 ഡിവൈഡഡ് ബൈ 4. 4 വർഷത്തെ നമുക്ക് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 45,000 ആണ്. 45,000. ഇനി നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ് എന്ന് എഴുതി വെക്കുക. ടോട്ടൽ അസറ്റ്സ് എത്രയാണ്? 6,40,000 മൈനസ് 1,40,000. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 lakh ആണ്. പിന്നെ നമ്മൾ നോർമൽ പ്രോഫിറ്റാണ് കാണുന്നത്. നോർമൽ പ്രോഫിറ്റ് കാണാൻ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 അല്ലേ. നമുക്ക് ഇക്വേഷൻ അറിയാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? നമ്മളിവിടെ കണ്ടെത്തി 5 lakh ആണ്. 5 lakh ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100. നമുക്ക് 6% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30,000 ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക.
പിന്നെ അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റും കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കാൽക്കുലേഷൻ നടത്താം? സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേഷൻ നടത്താൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റാണ് ഇക്വേഷൻ. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി 45,000 മൈനസ് 30,000 അല്ലേ? 45,000 മൈനസ് 30,000 ഈസ് ഈക്വൽ ടു 15,000. ഇനി നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ നടത്തുകയാണ്. അപ്പോൾ ഈ 45,000 എന്താണ്? ആവറേജ് പ്രോഫിറ്റാണ്. 30,000 എന്താണ്? നോർമൽ പ്രോഫിറ്റാണ്. നമുക്ക് കിട്ടിയ എന്താണ്? 15,000 സൂപ്പർ പ്രോഫിറ്റാണ്. നമ്മളെ ഇക്വേഷൻ എന്താണ്? ഗുഡ് വിൽ. ഈ മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേഷൻ നടത്താൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 2,50,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തി. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 2,50,000. അപ്പോൾ ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടു. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, 4 വർഷത്തെ പ്രോഫിറ്റും കൂട്ടി ഡിവൈഡഡ് ബൈ 45,000 കിട്ടി. പിന്നെ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടു. 6,40,000 മൈനസ് 1,40,000 അല്ലേ? 5 ലാഖാണ് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിയത്. പിന്നെ നമ്മൾ എന്ത് കണ്ടു? നോർമൽ പ്രോഫിറ്റ് കണ്ടു. 5 lakh ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 30,000. ഇപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റും കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കാൽക്കുലേഷൻ നടത്തി? സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേഷൻ നടത്തി. അപ്പോൾ എങ്ങനെയാണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, അതായത് 45,000 മൈനസ് 30,000 ഈസ് ഈക്വൽ ടു 15,000 ആണ് നമുക്ക് എന്ത്? സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ്? ഇനിയാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ നടത്തുന്നത്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 15,000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 2,50,000. ഓക്കെ.